സൈലന്റ് വേവ്സ്, നിശബ്ദമായ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വലിയ തിരമാലകൾ സൃഷ്ടിക്കും. കടലിലെ തിരമാലകൾ ശബ്ദമില്ലാതെ തീരങ്ങളെ മാറ്റിമറിക്കുന്നത് പോലെ ജീവിതത്തിലെ യഥാർത്ഥ മാറ്റങ്ങളും പലപ്പോഴും നിശബ്ദമായാണ് സംഭവിക്കുന്നത്. ഓരോ നല്ല ചിന്തയും, ഓരോ ചെറിയ ശീലവും, ഓരോ പ്രതീക്ഷയും ഒരു സൈലന്റ് വേവാണ്. ആ നിശബ്ദ തിരമാലകൾ ഒരു നാൾ ജീവിതത്തെ മനോഹരമായ ഒരു തീരത്തേക്ക് എത്തിക്കും. ഒരുപാട് സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സൈലന്റ് ആവുക. സൈലന്റ് ആയിരിക്കാൻ സ്വയം തീരുമാനിക്കുക. കുറച്ചുനാൾ മുൻപ് വരെ ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ കൊടുത്തില്ലായിരുന്നെങ്കിൽ എനിക്കൊരു മനസ്സമാധാനവുമില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഒരു ആൻസറും എനിക്ക് കൊടുക്കാൻ തോന്നാറില്ല. ഒന്നിനും ഒരു എക്സ്പ്ലനേഷനും കൊടുക്കാൻ തോന്നാറില്ല. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും അധികം ചിന്തിക്കുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. മറ്റൊരാൾ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ നിൽക്കുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ. എൻ്റെ ഈ മാറ്റങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നതുമില്ല. ബട്ട് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. അതിൽ നിന്നാണ് ഈ സൈലന്റ് വേവ്സ് പിറക്കുന്നത്. ആർത്തിരമ്പുന്ന തിരമാലകളല്ല എല്ലായ്പ്പോഴും കടലിൻ്റെ കഥ പറയുന്നത്. നിശബ്ദമായി കരയെ തഴുകുന്ന തിരമാലകളാണ്. കാലത്തിൻ്റെ ഒഴുക്കിൽ തീരങ്ങളെ രൂപപ്പെടുത്തുന്നത് പോലെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ പോലും ചെറിയ ശാന്തമായ ശീലങ്ങളിൽ നിന്നാണ് ജനിക്കുന്നത്. ജീവിതം എല്ലായ്പ്പോഴും ശബ്ദമുണ്ടാക്കുന്നവരെ മാത്രമല്ല ഓർക്കുന്നത്. പലപ്പോഴും നിശബ്ദമായി സ്വന്തം ലക്ഷ്യത്തിലേക്ക് നടന്നവരാണ് ചരിത്രമെഴുതിയത്. ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാത്ത ദിവസങ്ങൾ വരും. നിങ്ങളുടെ ശ്രമങ്ങളെ ചെറുതാക്കി കാണുന്നവരുണ്ടാകും. പക്ഷേ ഒരു വിത്ത് മണ്ണിനടിയിൽ വളരുമ്പോൾ അത് ശബ്ദമുണ്ടാക്കില്ല. ശബ്ദമുണ്ടാക്കുന്നത് അതൊരു വലിയ വൃക്ഷമായി മാറിയ ശേഷമാണ്. അതുകൊണ്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ സമയം കളയരുത്. നിങ്ങളുടെ ഊർജം നിങ്ങളുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുക. ഓരോ ദിവസവും ഇന്നലെയേക്കാൾ 1% മെച്ചപ്പെടാൻ ശ്രമിക്കുക. ചെറിയ മാറ്റങ്ങളാണ് വലിയ വിജയങ്ങളുടെ അടിസ്ഥാനം. ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ കഥ പറയും. നിശബ്ദമായി പരിശ്രമിക്കൂ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ. എപ്പോഴും എല്ലാവർക്കും ആൻസർ കൊടുക്കേണ്ടതില്ല. പലപ്പോഴും പല അവസരങ്ങളിലും മൗനം തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകും. എന്നാൽ നിശബ്ദമായി സ്വയം മെച്ചപ്പെടുത്താൻ തുടങ്ങുന്ന നിമിഷം ജീവിതം മാറിത്തുടങ്ങും. നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടതുമില്ല. കാരണം യഥാർത്ഥ വിജയം വാക്കുകളിലൂടെയല്ല, പ്രവൃത്തികളിലൂടെയാണ് സംസാരിക്കുന്നത്. മാത്രവുമല്ല, നമ്മുടെ വികാരങ്ങൾ അതേപടി ഉൾക്കൊള്ളാൻ എല്ലാവർക്കും ആകണമെന്നുമില്ല. അതിനാൽ മൗനം തന്നെയാണ് കൂടുതലും ഫലപ്രാപ്തി ഉണ്ടാക്കുന്നത്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ പരിശ്രമം നാളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റിയേക്കാം. മറ്റുള്ളവരുമായി മത്സരിക്കേണ്ടതില്ല. ഇന്നലെ ഉണ്ടായിരുന്ന നിങ്ങളെക്കാൾ ഇന്ന് അല്പം മെച്ചപ്പെടുക. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ മത്സരിക്കുക. അത് മതി. കാരണം ജീവിതം ഒരു മാരത്തോണാണ്. ക്ഷമയുള്ളവരാണ് അവസാനം വരെ ലക്ഷ്യത്തിലെത്തുന്നത്. അതിനാൽ ആളുകളുടെ കയ്യടിക്കായി കാത്തിരിക്കേണ്ടതില്ല. അംഗീകാരത്തിനായി നിങ്ങളുടെ സ്വപ്നങ്ങളെ മാറ്റിവെക്കേണ്ടതില്ല. നിശബ്ദമായി വളരുക, നിശബ്ദമായി പഠിക്കുക, നിശബ്ദമായി പരിശ്രമിക്കുക. ഒരു ദിവസം നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ ശബ്ദമാകും. അന്ന് നിങ്ങളൊന്നും പറയേണ്ടി വരില്ല. നിങ്ങളുടെ വിജയം എല്ലാം പറഞ്ഞു തീർക്കും. ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കും. ഇന്ന് നിങ്ങൾ കരഞ്ഞ രാത്രികളെ ഓർത്ത് നിങ്ങൾ ചിരിക്കും. ഇന്ന് നിങ്ങളെ സംശയിച്ച ആളുകൾ നാളെ നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് സംസാരിക്കും.
പക്ഷേ അപ്പോൾ അവരുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ടാകില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, ആ യാത്ര എത്ര പ്രയാസമായിരുന്നുവെന്ന്. നിങ്ങളുടെ കഥ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഒരു പക്ഷേ ഏറ്റവും മനോഹരമായ അധ്യായം ഇനി തുടങ്ങാനിരിക്കുകയാണ്. അതിനാൽ പ്രതീക്ഷ കൈവിടരുത്, യാത്ര നിർത്തരുത്, നിശബ്ദമായി മുന്നോട്ട് നടക്കുക. ഒരു ദിവസം നിങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമാകും.